2025 ഏപ്രിൽ 30 രാത്രി 2 മണി. ഒരു രാജ്യം മുഴുവനും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് പാകിസ്ഥാന്റെ ഇൻഫർമേഷൻ മിനിസ്റ്റർ ഒരു പ്രസ് മീറ്റിംഗ് വിളിക്കുകയാണ്. ഈ പ്രസ് മീറ്റിംഗിൽ ഇൻഫർമേഷൻ മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ് ഇന്ന് അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യ വിത്തിൻ 24 to 36 hours പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുമെന്ന്. ഈ ഒരു പ്രഖ്യാപനം നടത്തിയോടൊപ്പം തന്നെ പല പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സും ഇതിനോടകം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ആർമിക്ക് ഫ്രീ ഹാൻഡ് നൽകുന്ന ഒരു പ്രഖ്യാപനം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നടപ്പാക്കി. ഈ ഒരു സമയത്ത് എന്തായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇനി സംഭവിക്കാൻ പോകുക എന്ന് പറയുന്ന സംശയം നിങ്ങളുടെ പലരുടെയും മനസ്സിൽ ഇതിനോടകം വന്നിരിക്കാം. എന്താണ് പെഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിന് ശേഷം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ? ഇങ്ങനെ പല സംശയങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരമാണ് ഈ വീഡിയോയിൽ നൽകാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയും ആ പുകയ്ക്ക് കാരണമായിരിക്കുന്ന ചില ആൾക്കാരെ പറ്റിയും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് പാകിസ്ഥാന്റെ പേര് ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്കിൽ വലിച്ചിടുന്നു എന്ന് പറയുന്ന സംശയം. ഇത് പലരും പല വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ ഉന്നയിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാനെ ന്യായീകരിച്ച് പാകിസ്ഥാനെ വലിയ പ്രശ്നത്തിലാണ്, അവരെന്തുകൊണ്ട് ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന പലരെയും നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് തന്നെ കാണാൻ സാധിക്കും. അവരോടൊക്കെ കൃത്യമായിട്ട് പറയാനുള്ള മറുപടിയുണ്ട്. പ്രത്യേകിച്ച് കാശ്മീരിൽ ഈ അറ്റാക്ക് നടന്ന ശേഷം പലതരത്തിലുള്ള തെളിവുകളും ഇന്ത്യയുടെ ഇന്റലിജൻസ് വിങ്ങിനും ഇന്ത്യയുടെ ആർമിക്കും എല്ലാം കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ തെളിവുകളിൽ ഇന്ന് പുറത്തുവിടാതിരിക്കുന്ന പല കാര്യങ്ങളും കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ഇൻവോൾവ്മെന്റ് തന്നെയാണ്. കാരണം ഈ അറ്റാക്ക് അവിടെ നടക്കേണ്ടതും ആ അറ്റാക്കിലൂടെ വലിയ പല പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഗെയിൻ നേടാനായിട്ട് ശ്രമിച്ചിരിക്കുന്ന പല രാജ്യങ്ങളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന മറ്റൊരു സംശയമാണ്, എന്തുകൊണ്ട് പാകിസ്ഥാനെതിരെ തെളിവുകൾ ഉണ്ടെങ്കിൽ ഇന്ത്യ അത് പുറത്തുവിടുന്നില്ല? തീർച്ചയായിട്ടും ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യ കഴിഞ്ഞ ഒരു 70 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള പല പ്രശ്നങ്ങളിലും ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ഇന്ത്യ ഒരു അഗ്രസീവായ ആക്ഷൻ എടുത്തു വെക്കാതെ ആ പ്രശ്നം ഇന്ത്യയിലോട്ട് വന്ന് ഇന്ത്യക്കെതിരെ പ്രശ്നമായിട്ട് മാറുന്ന സമയത്ത് മാത്രം ബിഹേവ് ചെയ്തിട്ടുള്ളൂ. അതായത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ശാന്തമായി ഇരിക്കാൻ സാധിക്കുമെന്നാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ഓരോ അപ്രോച്ചും ഇന്ത്യ അങ്ങനെ ആയിരിക്കില്ല കീപ്പ് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് തന്നെ ഇന്ത്യ എടുത്തിരിക്കുന്ന പല തീരുമാനങ്ങൾ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ലോകവേദികളിലാണെങ്കിലും പല രാജ്യങ്ങളുമായുള്ള ബന്ധത്തിലാണെങ്കിലും ഇന്ത്യ എടുത്തു വെക്കുന്നത് ഒരു അഗ്രസീവ് ആയിരിക്കുന്ന നീക്കമാണ്. അതായത് ഓപ്പോസിറ്റുള്ള ആൾക്കാർ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്ത് പല നീക്കങ്ങൾ എടുത്തു വെക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് കൃത്യമായിരിക്കുന്ന ഒരു അഗ്രസീവ് ആയിരിക്കുന്ന ആക്ഷൻ എടുത്തു വെക്കുന്നുണ്ട്. ഇത് ഇന്ത്യ കാനഡ ബന്ധത്തിലാണെങ്കിലും ഇന്ത്യ അമേരിക്ക ബന്ധത്തിലാണെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിലാണെങ്കിലും ഇന്ത്യ ചൈന വിഷയത്തിലുമാണെങ്കിലും എല്ലാം കൃത്യമായി കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ അഗ്രസീവ് നേച്ചറിന് വലിയ തോതിൽ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ഘടകമാണ് ഇന്ത്യ എടുത്തു വെക്കാൻ പോകുന്ന ഓരോ ആക്ഷനും അതിനെ സാധൂകരിക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള തെളിവുകൾ. ആ തെളിവുകളാണ് ഇന്ത്യ കളക്ട് ചെയ്തിരിക്കുന്നത്. അതോടെ തന്നെ പുറത്തുവിടാതിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഒരു കാശ്മീരിലുള്ള ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം ഇന്ത്യ എടുത്ത തീരുമാനങ്ങൾ എന്ന് പറയുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും, ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്ന 1960-കളിൽ സൈൻ ചെയ്തിരിക്കുന്ന ഇൻഡസ് വാട്ടർ ട്രീറ്റി റിമൂവ് ചെയ്തു എന്ന് പറയുന്ന കാര്യം. ഈ ഒരു ട്രീറ്റി, ഈ ഒരു ഉടമ്പടി എന്താണെന്ന് പറയുന്ന സംശയം പലർക്കും ഉണ്ടായേക്കാം. ഇതിനെപ്പറ്റി 2 വർഷം മുമ്പ് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നും ഇതേപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ പ്രശ്നമുണ്ടായ സമയത്ത് ഇന്ത്യയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, ഒരു ഭാഗത്ത് കൂടെ, അതായത് ബ്ലഡും വാട്ടറും ഒരുമിച്ച് ഒഴുകില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇന്ത്യ പറഞ്ഞത്. അന്ന് ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ പറ്റി പുനഃപരിശോധിക്കണമെന്ന് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയം തീരുമാനമെടുത്തതും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാന് ജലം നൽകുന്ന ആ ഒരു ഉടമ്പടി ഇന്ത്യ റദ്ദാക്കാൻ പോകുന്നതിനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. സോ താൽക്കാലികമായിട്ട് ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ ഇന്ത്യ മരവിപ്പിക്കുന്ന തീരുമാനമാണ് ഇന്ത്യ എടുത്തത്. അത് മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തികൾ ക്ലോസ് ചെയ്യാനായിട്ടും തീരുമാനമെടുത്തു. ഇന്ത്യയിലകത്തുള്ള പാകിസ്ഥാനി നേഷണൽസിനെ തിരികെ പാകിസ്ഥാനിലോട്ട് പോകാനായിട്ട് ഇന്ത്യ കൃത്യമായിട്ട് ടൈം അനുവദിച്ചതും കാണാൻ സാധിക്കും. സോ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു വളരെയധികം അഗ്രസീവ് ആയിരിക്കുന്ന ആക്ഷനാണ് വന്നിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്കിൽ ഇൻവോൾവ് ആയിരിക്കുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി ഇന്ത്യക്ക് കൃത്യമായിട്ട് തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ആക്ഷൻ എടുത്തുവെക്കാനുള്ള കാരണമായിട്ട് മാറുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് എന്തെല്ലാം തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് പാകിസ്ഥാൻ പുറത്തുവിട്ടതെന്നും എന്തെല്ലാം തീരുമാനമാണ് പാകിസ്ഥാൻ എടുത്തിരിക്കുന്നു പറയുന്ന കാര്യത്തെപ്പറ്റിയും അതേപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ബ്രോഡർ വാറിലോട്ട് ഈ പ്രശ്നം എത്തിക്കുന്ന ചോദ്യവുമാണ് കണ്ടെത്തേണ്ടത്. ആദ്യം അറിയേണ്ടത്, പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്ത് ഈ തീരുമാനം എടുത്തപ്പോൾ അതിന് മറുപടിയായി നൽകിയ കാര്യം എന്താണെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൈൻ ചെയ്തിരിക്കുന്ന ഷിംല കരാർ, അതായത് അതിർത്തിയിൽ പ്രശ്നമുണ്ടാകാതിരിക്കേണ്ട സൈൻ ചെയ്തിരിക്കുന്ന ഒരു കരാർ പാകിസ്ഥാൻ റദ്ദാക്കുന്നു, ഞങ്ങളിത് ഈ കരാറിനെ മാനിക്കില്ല എന്ന് പറയുന്ന കാര്യം പാകിസ്ഥാന്റെ ഭാഗത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യക്കും പാകിസ്ഥാനും കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യോമപാത ഉണ്ടാണ്. അതായത് ഇന്ത്യയുടെ വ്യോമപാത, പാകിസ്ഥാന്റെ വ്യോമപാത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകത്തിലെ പല രാജ്യങ്ങൾക്കും അവരുടേതായിരിക്കുന്ന ഒരു ബൗണ്ടറി ഈ ഒരു വ്യോമപാതയിലും കാണാൻ സാധിക്കും. അങ്ങനെ പാകിസ്ഥാന്റെ എയർ സ്പേസ്, ആ ഒരു വ്യോമപാത ഉപയോഗിക്കുന്നതിൽ ഇന്ത്യ വിലക്കുന്നതായിട്ടും പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു. അത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു എയർലൈൻസിനോ, മിലിറ്ററി, കൊമേഴ്ഷ്യൽ ഒരു എയർലൈൻസിനോ
പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നാണ് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത്. അതിന് മറുപടിയായിട്ട് ഇന്ത്യ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏപ്രിൽ 30 മുതൽ മെയ് 23 വരെ ഇന്ത്യയുടെ വ്യോമപാത ഒരു പാകിസ്ഥാനി ഫ്ലൈറ്റ്സിനും യൂസ് ചെയ്യാൻ പാടില്ലെന്ന് കർക്കശമായുള്ള നിർദ്ദേശം പുറത്തുവിട്ടിട്ടുണ്ട്. സോ ഈ ഒരു തീരുമാനം ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം വ്യോമപാത റെസ്ട്രിക്ട് ചെയ്യാനുള്ള തീരുമാനം തന്നെ ഒരു യുദ്ധത്തിലോട്ടുള്ള പ്രവേശനമായിരിക്കാം എന്നുള്ള അനുമാനവും ഇന്ന് പല വിധത്തിലും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എങ്ങനെ കാണണമെന്ന സംശയം നിങ്ങൾക്കും ഇതിനോട് തോന്നിയേക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന പല സ്റ്റേറ്റ്മെന്റ്സുമാണ് ഈ പ്രശ്നത്തിന്റെ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ഇമ്പാക്റ്റും അതുപോലെ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളും എന്തെല്ലാമാണെന്ന് കൃത്യമായി മനസ്സിലാക്കി തരാൻ പോകുന്നത്. ആദ്യം പറയേണ്ട കാര്യം, പാകിസ്ഥാൻ ഇതിനോടകം കൃത്യമായിട്ട് തന്നെ ഇന്ത്യ അറ്റാക്ക് ചെയ്യുമോ എന്ന് പറഞ്ഞ പേടി അവരുടെ ഉള്ളിൽ വന്നതായിട്ട് കാണാൻ സാധിക്കുന്ന പല സ്റ്റേറ്റ്മെന്റ്സും പുറത്തുവിട്ടിട്ടുണ്ട്. അവരുടെ ഒരു മിനിസ്റ്റർ പറഞ്ഞ കാര്യമായിരുന്നു, ഞങ്ങളുടെ കൈവശം 136 ന്യൂക്ലിയർ വാർ ഹെഡ്സ് ഇന്ത്യയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് റെഡിയായി നിൽക്കുന്നുണ്ടെന്ന്. അതായത് ഈ വാർ ഹെഡ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻഡയറക്റ്റ് ആയിരിക്കുന്ന താക്കീത് പാകിസ്ഥാൻ ഒരു മിനിസ്റ്റർ നൽകിയിട്ടുണ്ട്. മാത്രമല്ല പാകിസ്ഥാന്റെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓപ്പോസിഷൻ പാർട്ടി ലീഡറും ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ കോalition ഭരണകൂടത്തിലുള്ള പ്രധാനപ്പെട്ട നേതാവുമായ PPP എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവായ ബിലാവൽ ഭൂട്ടോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, ഇന്ത്യ പാകിസ്ഥാന് ജലം നൽകിയില്ലെങ്കിൽ ആ സിന്ധു നദിയിലൂടെ ജലമല്ല ഒഴുകുക, മറിച്ച് ഇന്ത്യക്കാരുടെ ബ്ലഡ് ആയിരിക്കും ഒഴുകുക എന്ന് പറഞ്ഞ വളരെ കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. സോ ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പാകിസ്ഥാനകത്തുള്ള പേടി കൃത്യമായിട്ട് കാണിച്ചു തരുന്നതെന്ന് കാണാൻ സാധിക്കും. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നമുക്ക് പൊതുവെ അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇന്ത്യ അറ്റാക്ക് ചെയ്യാനായിട്ടും ഇന്ത്യക്കെതിരെ പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനായിട്ടും പാകിസ്ഥാൻ കൃത്യമായിട്ട് പ്ലാനിങ് നടപ്പാക്കുമെന്ന്. പക്ഷേ ഇത്തവണ പാകിസ്ഥാന് അതിനുള്ള ഒരു തരത്തിലുള്ള തീരുമാനവും അല്ലെങ്കിൽ അങ്ങനൊരു ചാൻസ് പോലും ഇല്ലാന്ന് പറയാൻ സാധിക്കും. എന്ത് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ എക്കോണമി അത് കംപ്ലീറ്റ് ആയിട്ടും കൊളാപ്സ് ആയിരിക്കുന്നതാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാമായിരിക്കും. കഴിഞ്ഞ കുറേ വർഷമായിട്ട് നമ്മുടെ ചാനൽ ചെയ്തിരിക്കുന്ന പല വീഡിയോസിലും പാകിസ്ഥാന്റെ എക്കോണമിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് വിശകലനം ചെയ്താണ്. ഏറ്റവും കൂടുതൽ IMF പോലത്തെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷന്റെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ടാണ് പാകിസ്ഥാന്റെ ഗവൺമെന്റ് എണ്ണയുടെ ഗതികേടിലോട്ട് പോയിരിക്കുന്നത്. ഈ സമയത്ത് പാകിസ്ഥാന്റെ അവരുടെ മുഴുവൻ ആർമി കേപ്പബിലിറ്റി ഉപയോഗിച്ചാൽ പോലും ഇന്ത്യയുമായിട്ടൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അത് 10 ദിവസം പോലും നീട്ടിക്കൊണ്ടുപോകാനായിട്ട് പാകിസ്ഥാന് സാധിക്കില്ലെന്നും അതിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടേക്കാവുന്ന കാര്യത്തെപ്പറ്റി കൃത്യമായിട്ട് പല എക്സ്പേർട്സും മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിരിക്കുന്ന വാറിന് നീങ്ങില്ല എന്ന് പറയുന്നത് കൃത്യമായി കാണാൻ സാധിക്കും. സോ എന്തായിരിക്കും പാകിസ്ഥാൻ എയിം ചെയ്യുന്നത്? പാകിസ്ഥാൻ എയിം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തിരികെ വരുന്ന ഒരു അറ്റാക്ക്. അതായത് ഇന്ത്യ പഹൽഗാമിൽ ഇന്ത്യൻ പൗരന്മാരെ 26 പേരെ നഷ്ടപ്പെട്ടു. ഈ 26 പേരുടെ ജീവന് തിരിച്ചടി നൽകാനായിട്ട് ശക്തമായ രീതിയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ആർമിക്ക് ഫുൾ ഫ്രീ ഹാൻഡ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നൽകി കഴിഞ്ഞു. മാത്രമല്ല ഈ വിഷയത്തിൽ ഇന്ത്യയുടെ കോടതിയുടെ നിലപാട് പോലും ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുന്ന രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഇന്ത്യ എത്രയും പെട്ടെന്ന് പാകിസ്ഥാന്റെ അകത്തുള്ള പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനകത്തുള്ള പല ടെററിസ്റ്റ് ക്യാമ്പുകളെയും ടാർഗറ്റ് ചെയ്ത് അവിടെയുള്ള പല ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ ഹെഡുകളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലത്തെ ദൗത്യത്തിലൂടെ നീങ്ങാനും പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയേക്കാം. സോ എന്തായാലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാനെതിരെ ഒരു അറ്റാക്ക് ഉണ്ടെന്ന് പറയുന്ന കാര്യത്തെ പറ്റിയാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ അറ്റാക്ക് വരുമ്പോൾ അതിന്റെ തീവ്രത അത് പാകിസ്ഥാനെ വലിയ തോതിൽ ബാധിക്കാതിരിക്കാനാണ് പാകിസ്ഥാൻ ഇന്ന് കാര്യമായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ അകത്ത് ജനങ്ങൾക്കിടയിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു മുഖച്ഛായ കൃത്യമായിട്ട് പാലിക്കാനും അവരുടെ ഒരു ഫേസ് മോശമായി മാറാതിരിക്കാനും ഗവൺമെന്റ് ഓൾറെഡി പാകിസ്ഥാന്റെ ഗവൺമെന്റ് ഒക്കെ തകർന്നരിപ്പണമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ സമയത്ത് ഇന്ത്യയും വന്ന് അറ്റാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് അവിടെയുള്ള ജനങ്ങളെ പൂർണ്ണമായിട്ടും പാകിസ്ഥാന്റെ ആർമിക്കെതിരെയും അവിടുത്തെ ഭരണകൂടത്തിനെതിരെയും രംഗത്ത് വരാനുള്ള കാരണമായി തീർന്നേക്കാമെന്ന കാര്യത്തെപ്പറ്റി അറിയുന്നതുകൊണ്ടും പാകിസ്ഥാൻ ഒരു സിവിൽ വാർ സിറ്റുവേഷനോട് നീങ്ങി കഴിഞ്ഞാൽ അത് ഓൾറെഡി ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മേഖലയിൽ റിബൽസ് ആയിട്ടിരിക്കുന്ന പല ഗ്രൂപ്പുകളും ബാക്കിയുള്ള പല മേഖലയിലെ റിബൽ ഗ്രൂപ്പുകളും ഇൻവോൾവ് ആയിട്ട് പാകിസ്ഥാൻ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ആഭ്യന്തര യുദ്ധമായിട്ട് മാറിയേക്കാമെന്ന ഒരു ആശങ്കയും അവരുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ അറ്റാക്ക് അതിന്റെ തീവ്രത കുറയ്ക്കണമെന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ന് അവർ പെട്ടെന്ന് പ്രവർത്തിക്കാനായിട്ടും ഇന്ത്യയുടെ അറ്റാക്ക് വരാനായിട്ട് ലോക രാജ്യങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചൈനയോടും റഷ്യയോടും പാകിസ്ഥാൻ പെഹൽഗാമിൽ നടന്ന ആ അറ്റാക്ക് അതിൽ എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സോ ലോക രാജ്യങ്ങളുടെ സപ്പോർട്ട് തേടിക്കൊണ്ട് ഇന്ന് പാകിസ്ഥാൻ കൃത്യമായിട്ട് തന്നെ ഈ വിഷയം എത്രയും പെട്ടെന്ന് ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറാതിരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ പ്രശ്നത്തിന് കാര്യമായ തിരിച്ചടി നൽകണമെന്ന തീരുമാനം എടുത്തതായിട്ടും അതേപോലെ തന്നെ ഈ തിരിച്ചടിക്കുള്ള ഒരുക്കങ്ങൾ ഇന്ത്യ എങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ള കാര്യത്തെപ്പറ്റിയുമാണ്. അതായത് ഇന്ത്യ തിരിച്ചടി നൽകേണ്ടത് അത്യാവശ്യമായ കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയും ഇതേപോലെ തന്നെ ഒരുപക്ഷെ കാശ്മീരിൽ എന്നല്ല ഇന്ത്യയുടെ പല ഭാഗത്തും ടെററിസ്റ്റ് അറ്റാക്കോ മറ്റു പല പ്രോക്സി അറ്റാക്കോ
ചൈനയും പാകിസ്ഥാനും ഇൻവോൾവ് ചെയ്തുകൊണ്ട് നടപ്പാക്കിയേക്കാം. അത് ഇന്ത്യക്ക് അറിയാവുന്ന കാര്യമാണ്. സോ അങ്ങനത്തെ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ബിഹേവിയർ എന്തായിരിക്കും എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഇന്ത്യ കാണിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമായി മാറുന്ന കാര്യമാണ്. ഇപ്പോൾ September 11 അറ്റാക്ക് നടന്ന സമയത്താണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിലോട്ടും അതുപോലെ ലോകത്തിന്റെ പല ഭാഗത്തോട്ടും ടെററിസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് രംഗത്ത് വന്നത്. അത് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിയ കാര്യമായിരുന്നു. പ്രത്യേകിച്ച് അവർക്കെതിരെ ഇനി ഫ്യൂച്ചറിൽ വന്നേക്കാവുന്ന പല ഭീഷണിയും അട്ടിമറികളെയും പ്രശ്നങ്ങളെയും എല്ലാം മറികടക്കാനുള്ള ഒരു അഡ്വാൻസ്ഡ് ആയ നീക്കമായിട്ടാണ് അവരെടുത്ത് വെച്ചത്. അതേപോലെ തന്നെ ആയിരിക്കും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായിട്ട് ഒരു പ്രശ്നം വന്ന് അതിനുശേഷം ബിഹേവ് ചെയ്തതിനേക്കാളും മുമ്പ് ആ പ്രശ്നത്തിന്റെ സോഴ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കാര്യമായിട്ട് തന്നെ ഈ പ്രശ്നം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാകിസ്ഥാന്റെ അകത്തുള്ള പല ഓർഗനൈസേഷൻസിനെ ആണെങ്കിലും അൽഖ്വയ്ദുമായിട്ട് ലിങ്കുള്ള ഇന്ത്യയുടെ അകത്ത് റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ആണെങ്കിലും അവരെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്ത് അവരെ എലിമിനേറ്റ് ചെയ്യാനുള്ള പല നീക്കങ്ങളും എടുത്തു വെച്ചേക്കാം. അതാണ് ഇന്ത്യക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമായിട്ട് മാറുന്നത്. അതിനു വേണ്ടിയിട്ട് ലോക രാജ്യങ്ങളുടെ സപ്പോർട്ടും ഇന്ത്യ ഇന്ന് കാര്യമായിട്ട് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഐക്യരാഷ്ട്രസഭയുടെ നോൺ പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട്. ഈ നോൺ പെർമനന്റ് മെമ്പേഴ്സ് പാകിസ്ഥാനും ആ ഒരു ലിസ്റ്റിലുണ്ട്. പാകിസ്ഥാൻ ഒഴികെയുള്ള ബാക്കിയുള്ള പല കൺട്രീസുമായിട്ടും ഇന്ത്യ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുകയും ഇന്ത്യയുടെ ഭാഗത്തുള്ള കൺസേൺസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ UK ഉൾപ്പെടുന്ന പല രാജ്യങ്ങളും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇന്ത്യക്ക് പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടെന്നും ഇന്ത്യയിൽ പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്ന ഇന്ത്യയുടെ സോവറിറ്റിയെ ബാധിക്കുന്ന പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്ന ആ ടെററിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ടും അവരെ ഹണ്ട് ചെയ്യാനായിട്ടും ഇന്ത്യക്ക് പൂർണ്ണമായ അവകാശമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീസ് അതുപോലെ ബാക്കിയുള്ള പല കൺട്രീസിന്റെ നേതാക്കന്മാരും ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ ഇന്ത്യക്ക് പറഞ്ഞിട്ടുണ്ട്. സോ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ആണെങ്കിലും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ഈ വിഷയത്തിനെ പറ്റി ഇതിനോടകം ലോകത്തിലെ പല നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഇന്ത്യക്കൊരു ഗ്രീൻ ഫ്ലാഗാണ് നൽകിയിരിക്കുന്നത്. സോ ഇന്ത്യ ഈ വിഷയത്തിൽ ടെററിസത്തെ എലിമിനേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമായിട്ട് മാറുമ്പോൾ അതിന് ലോകരാജ്യങ്ങളുടെ സപ്പോർട്ടും നേടിയെടുത്തു കഴിഞ്ഞപ്പോൾ ഇനി ഇന്ത്യയുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏത് സമയത്ത് എങ്ങനെ എപ്പോൾ എന്ന് പറയുന്ന രീതിയിൽ ഈ അറ്റാക്ക് പ്ലാൻ ചെയ്യാന്ന് പറയാം. ആ പ്ലാനിങ്സ് ഓൾറെഡി ഇന്ത്യയുടെ ആംഡ് ഫോഴ്സ് നടപ്പാക്കിയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കരുതുന്നതും അത് തന്നെയാണ്. കാരണം ആ പ്ലാനിങ്സും ആ കൃത്യമായിട്ടുള്ള തിരിച്ചടിക്കുള്ള ഒരുക്കങ്ങളുമെല്ലാം ഇന്ത്യ നടപ്പാക്കിയിരിക്കും. അതിനുള്ള എല്ലാ സാധ്യതകളും ഇന്ന് കാണുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഇന്ത്യയുടെ വ്യോമപാതയിലോട്ട് പൂർണ്ണമായിട്ടുള്ള റെസ്ട്രിക്ഷൻ പാകിസ്ഥാനി ഓൾ കൈൻഡ് ഓഫ് എയർക്രാഫ്റ്റിന് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ ഈ ഒരു വ്യോമപാത ബ്ലോക്ക് ചെയ്യുന്നത് മൂലം പാകിസ്ഥാന് കാര്യമായ ഇമ്പാക്റ്റ് അവരുടെ എക്കോണമിയിൽ വന്നേക്കാം. കാരണം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള രാജ്യങ്ങളോട് സഞ്ചരിക്കണമെങ്കിൽ ഇന്ത്യൻ വ്യോമപാതയാണ് അവർക്ക് കുറച്ചും കൂടെ എളുപ്പം. ഇനിയിപ്പോൾ ശ്രീലങ്ക വഴിയൊക്കെ സഞ്ചരിക്കേണ്ടതായിട്ട് വന്നേക്കാം. അവിടെ പാകിസ്ഥാന് കാര്യമായിട്ടുള്ളൊരു സാമ്പത്തികമായ പ്രശ്നം നേരിടേണ്ടി വന്നേക്കാം. അതേപോലെ തന്നെ ഇന്ത്യൻ വ്യോമപാത ഇന്ത്യ റെസ്ട്രിക്ട് ചെയ്തതിൻ്റെ പ്രധാന ലക്ഷ്യം പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങളും അതിനുശേഷം പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എങ്ങനെ മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ പ്രശ്നമുണ്ടായോ അതേപോലെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് തന്നെ ലോകരാജ്യങ്ങളുടെ സപ്പോർട്ടോടുകൂടി പാകിസ്ഥാനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള കൃത്യമായ കാരണങ്ങൾ ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. ഇതേ സമയത്ത് തന്നെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലും അതിർത്തിയിൽ കാര്യമായ രീതിയിലാണ് പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സീസ്ഫയർ വയലേഷൻ വന്നായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. 2021 ആ വർഷത്തിലുണ്ടായ അത്രയും ഇന്റൻസീവ് ആയിരിക്കുന്ന ഒരു സീസ്ഫയർ വയലേഷനാണ് ഇന്ന് ഈ പെഹൽഗാമിൽ നടന്ന അറ്റാക്കിന് ശേഷം കഴിഞ്ഞ 7 ദിവസങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി ലൈൻ ഓഫ് കൺട്രോളിൽ കാര്യമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ സമയത്തെല്ലാം പാകിസ്ഥാനുള്ള ഒരൊറ്റൊരു ആശ്വാസം എന്ന് പറയുന്നത് ചൈനയാണ്. ചൈന അവരെ ഒരു പരിധിവരെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. ഈവൻ ലോകവേദികളിൽ പോലും ഐക്യരാഷ്ട്രസഭയുടെ മീറ്റിങ്ങിൽ പോലും ചൈന പാകിസ്ഥാൻ അനുകൂലമായിട്ട് ഈ പെഹൽഗാമിൽ നടന്ന അറ്റാക്കിനെ പറ്റി സംസാരിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചൈനയുടെ നിലപാടും ഇന്ത്യക്കെതിരായിട്ട് ചൈന കാര്യമായൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതും ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലേർപ്പെട്ട് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണെങ്കിൽ അവിടെ പാകിസ്ഥാന് വേണ്ട സപ്പോർട്ട് ആയുധമായിട്ട് പണമായിട്ടും ചൈന ബിഹൈൻഡ് ദ ഡോർ വഴി നൽകിക്കൊണ്ടിരിക്കും. കാരണം ആ യുദ്ധം നീട്ടിക്കൊണ്ടു പോകേണ്ടതും ഇന്ത്യ അവിടെ എൻഗേജ്ഡ് ആക്കേണ്ടതും ചൈനയ്ക്ക് അത്യാവശ്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ചൈനയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഇന്ന് അമേരിക്കയും ചൈനയും തമ്മിൽ നടക്കുന്ന ട്രേഡ് വാർ മൂലം ലോകത്തിലെ പല രാജ്യങ്ങളും ചൈനയ്ക്ക് അഗെയിൻസ്റ്റ് ആണ്. ചൈനയുമായിട്ട് കച്ചവടം ചെയ്യേണ്ടി നിർത്തലാക്കണമെന്ന് പറയുന്ന തീരുമാനമാണ് ലോകത്തിലെ പല രാജ്യങ്ങളും എടുത്തിരിക്കുന്നത്. സോ ചൈനയിൽ നിന്ന് ഒരു ഓൾട്ടർനേറ്റീവ് ചൈന എന്ന് പറയുന്ന ചിന്താഗതിയിലോട്ട് ലോക രാജ്യങ്ങൾ മാറുമ്പോൾ, അതായത് ചൈനയ്ക്ക് ബദലായിട്ട് മറ്റൊരു രാജ്യം അല്ലെങ്കിൽ മറ്റൊരു പ്രദേശം അവർക്ക് വേണമെന്ന് പറയുന്ന ചിന്തയിലോട്ട് പോകുമ്പോൾ അവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു അന്തരീക്ഷമായി കാണുന്നത് ഇന്ത്യയാണ്.
സോ ഇന്ത്യയിലെ ആ അന്തരീക്ഷം, ഇന്ത്യയിലുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന സിറ്റുവേഷനെ റിമൂവ് ചെയ്യാനും ഇന്ത്യ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യമായിട്ട് ചിത്രീകരിക്കാനും സാധിച്ചാൽ ചൈനയ്ക്ക് ആ ബെനിഫിറ്റ് അവരുടെ അകത്ത് ഇപ്പോഴും പ്രവർത്തിക്കുന്ന, അവരുടെ അകത്തോട്ട് വരുന്ന ഇപ്പോഴും വരുന്ന ലോകരാജ്യങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും അതേപടി നിലനിർത്താൻ സാധിക്കും. അതുവഴി അവരുടെ ഒരു എക്കോണമിക്കൽ ജയൻ്റ് എന്ന് പറയുന്ന ആ ഒരു ബിംബം അതേപടി നിലനിർത്താനും സാധിക്കും. അതിനുവേണ്ടി തന്നെയാണ് ചൈനയും എയിം ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഇന്ത്യയും പാകിസ്ഥാനുള്ള പ്രശ്നം എഴിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ചൈന ചെറുതായിട്ട് പല പ്രശ്നങ്ങളിലോട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത്. സോ ഓവറോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. ഞാൻ നിങ്ങൾ പോയിന്റ്സ് വിട്ടുപോയിട്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ഇതിനെപ്പറ്റി സംസാരിക്കാം. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ഒരു പ്രശ്നത്തെപ്പറ്റിയും അതേപോലെ ഇന്ത്യ ഒരു അറ്റാക്ക് ചെയ്യുമോ എന്ന് പറയുന്ന ഒരു ചോദ്യത്തെപ്പറ്റിയും അഭിപ്രായപ്പെടാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഏർപ്പെടുത്താം. സോ ഇത്രയുമാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.